വിശുദ്ധ ഖുർആൻ കാലാന്തരങ്ങളിലൂടെയുള്ള മനുഷ്യന്റെ ജീവിത പ്രയാണത്തിന് പ്രപഞ്ച സൃഷ്ടാവ് നൽകിയ അമാനുഷിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിരാമചിഹ്നമിടാതെ ജ്ഞാനദാഹികൾ ആ പ്രയാണത്തിൽ ലയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, ഈ അനുഗ്രഹീത ഗ്രന്ഥം ഹൃദ്യസ്ഥമാക്കാൻ കഴിഞ്ഞവരാണത്രേ ഭൂമിയിലെ നക്ഷത്രങ്ങൾ. അവരെ സമൂഹം ആദരവോടെ വിളിച്ചുപോന്നു ഹാഫിളീങ്ങളെന്ന്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ പൊന്നുമക്കൾ ഖുർആനിന്റെ അറിവിന്റെ ആഴത്തിലേക്കിറങ്ങി മതഭൗതിക വിജ്ഞാനവും ഇൻഫർമേഷൻ ടെക്നോളജിയും ബഹുഭാഷയും സ്വയത്തമാക്കിയാൽ ഇന്നിന്റെ സമുദായത്തിന്റെ പ്രതീക്ഷാ നിർഭരമായ നാളുകളെ സമ്മാനിക്കാൻ കഴിവുള്ള ബഹുമുഖ പ്രതിഭകളായ ഖുർആൻ പണ്ഡിതന്മാരായി നമ്മുടെ മക്കൾ മാറും. തീർച്ച. ആയഞ്ചേരി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ഖുർആൻ ക്യാമ്പസ് പ്രസ്തുത ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടി 2008 മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതാവായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇഖ്ലാസിൽ അസ്ഥിവാരമിട്ട മഹൽ സ്ഥാപനമാണ്. കാലവും ചരിത്രവും അറിവോർമ്മകളുടെ ഒരു 100 കഥകൾ പറയുന്ന ആയഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ദീനീ സ്നേഹികളുടെ ഉള്ളറിഞ്ഞ പ്രാർത്ഥനയും ഉറവവറ്റാത്ത സഹായങ്ങളും കാരണം കാരുണ്യവാന്റെ കലാമിന്റെ വസന്തം വിതറിക്കൊണ്ടിരിക്കുന്നു ഈ ഖുർആനിക ഗോപുരം. ഷംസുൽ ഉലമ ഇഫ്ലുൽ ഖുർആൻ കോളേജ്. ഖുർആൻ നാഥന്റെ കലാമാണ്. ദീനിന്റെ സംരക്ഷണ നിർവഹണത്തിൽ ഹാഫിളുകൾ നിർണായക പങ്ക് വഹിക്കുന്നത് തിന്മകളും അരാജകത്വവും അരങ്ങുവാഴുന്ന പുതിയ കാലത്ത് സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി 10-11 വയസ്സിൽ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നു. രാപ്പകൽ ഭേദമന്യേ ഖുർആനിന്റെ മുന്നിൽ സമർപ്പിച്ച് പ്രതിഭകളായ നമ്മുടെ മക്കൾ 3-4 വർഷം കൊണ്ട് ഖുർആൻ മുഴുവനും ഹൃദ്യസ്ഥമാക്കി മഹാസൗഭാഗ്യങ്ങളുടെ താഴ്വഴിയിലേക്ക് വിനയപൂർവ്വം പ്രവേശിക്കുന്നു. ഹാഫിളീങ്ങളുടെ സ്കൂൾ പഠനം എങ്ങനെ എന്ന ചോദ്യത്തിന് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി വിജയഭേരിയോടെ മറുപടി നൽകിക്കൊണ്ടേയിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കാര്യക്ഷമമായി ലഭിക്കുകയും SSLCയിൽ ഉയർന്ന മാർക്ക് നേടി വിജയിക്കുകയും ചെയ്യുന്ന ഈ മിടുക്കൻ ഹാഫിളീങ്ങൾക്ക് തുടർ പഠനം ഇവിടെ ക്രിയാത്മകമായി നടക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ അൽ-ഹാഫിൾ മുഹമ്മദ് ഹാഫിസ്. അൽഹംദുലില്ലാഹ്, എൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആയഞ്ചേരി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിക്ക് കഴിഞ്ഞിരിക്കുന്നു. അറിവിൻ്റെ അത്ഭുത ലോകമാണ് ഖുർആൻ. അത് മനഃപ്പാഠമാക്കുന്ന എന്നെപ്പോലെയുള്ള 100-ൽ പരം ഹാഫിളീങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും കരങ്ങൾ നീട്ടാൻ സാധിച്ച നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ. എല്ലാം അറിയുന്ന നാഥ, ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ. നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവണം. ഷംസുൽ ഉലമ ശരീഅത്ത് കോളേജ് ഫോർ ഹുഫാസ് ഹിഫ്ള് പഠനവും SSLCയും കഴിഞ്ഞ് മിടുക്കരായ നമ്മുടെ മക്കൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തോടെ കാലത്ത് വായിക്കാൻ പ്രാപ്തിയുള്ള കരിക്കുലവുമായി ശരീഅത്ത് കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നു. തെന്നിന്ത്യയിലെ ഉന്നത കലാലയമായ കടമേരി റഹ്മാനിയയുമായി അക്കാദമിക് അഫിലിയേഷൻ ലഭിച്ച പ്രസ്തുത സ്ഥാപനത്തിൽ 60 വിദ്യാർത്ഥികൾ ദൗറയോടൊപ്പം പാരമ്പര്യ ദർസി കിതാബുകളിൽ പ്രാവീണ്യവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയും നേടുന്നു. കടമേരി റഹ്മാനിയയിൽ ഉപരിപഠനം നടത്തുന്ന അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മികച്ച നിലവാരങ്ങൾ പ്രകടിപ്പിക്കുന്നതായി ഉസ്താദുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രമുഖ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ആയഞ്ചേരി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ശരീഅത്ത് വിദ്യാർത്ഥികൾ ഉപരിപഠനം നടത്തുന്നു എന്നത് തന്നെ ഈ ഖുർആൻ കലാലയത്തെ ശ്രദ്ധേയമാക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സയ്യിദ് ഷാവർ ജിഫ്രി ദവർബാവിൽ. ഹിഫ്ള് പഠനത്തിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PA ഹിസ്റ്ററി പഠനത്തോടൊപ്പം റഹ്മാനി കോഴ്സിലെ ശരീഅത്ത് പഠനം നടത്തുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ. പോളിസികൾ ഏറെയുണ്ട് ഹാഫിളീങ്ങൾക്ക് എന്ന് പറഞ്ഞത് വഹീൻ്റെ നാവിനുടമയായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ജനാധിപത്യ ഇന്ത്യയിലെ ബഹുസ്വര സമൂഹത്തിലെ സൗഹൃദത്തിൻ്റെ കാവൽക്കാരനായി അഹ്ലുസുന്നയുടെ കാഫിലക്കൂട്ടമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമുകളായി വളരാനാണ് ഈ ഷംസുൽ ഉലമയുടെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്.
സ്വപ്നങ്ങൾ ഒത്തിരിയുണ്ട് ഞങ്ങൾക്ക്. പരിശുദ്ധ ഖുർആനിൽ അവഗാഹം നേടണം, കിതാബുകളിലും അവഗാഹം നേടണം, ഈ IT യുഗത്തിലെ പ്രബോധകന്മാരായി ഞങ്ങൾക്ക് മാറണം. പക്ഷേ അതിന് ഒരുപാട് സൗകര്യങ്ങൾ വേണമല്ലോ. ദീനീ സ്നേഹികളായ നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നാഥാ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെ നീ ചേർത്ത് പിടിക്കണേ, ഞങ്ങളെ ഏറ്റെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ലഹരിയും മതനിരാസവും ഫ്രീ തിങ്കിങ്ങും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ദുരുപയോഗവും വളരുന്ന മക്കളിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ കാലത്ത് ആയഞ്ചേരി ഷംസുൽ ഉലമ ഖുർആൻ ക്യാമ്പസ് പ്രതീക്ഷയുടെ തിരുത്തായി വർണ്ണശോഭ പരത്തുകയാണ്. പക്ഷേ കാലിക മാറ്റത്തോടെ നമ്മുടെ ഹാഫിളിങ്ങൾക്ക് വൈവിധ്യ സൗകര്യങ്ങളോടെയുള്ള ഹോസ്റ്റൽ, ക്ലാസ് റൂമുകൾ, കുത്തുബ് ഖാന, പ്ലേ ഗ്രൗണ്ട്, ബാത്റൂം, ഓഡിയോ വിഷൻ തിയേറ്ററുകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുടെ അപര്യാപ്തത ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. അതിന് പരിഹാരം ലക്ഷ്യമാക്കിയാണ് ദീനീ സ്നേഹികളുടെ സഹായത്താൽ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. ഹാഫിളിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരുപാട് പ്രവാസികളും നാട്ടുകാരും സഹായിച്ചപ്പോഴാണ് 3 നില കെട്ടിടം ഭാഗികമായി ഉയർത്താൻ സാധിച്ചത്. പക്ഷേ റമദാന് ശേഷം നമ്മുടെ മക്കൾക്ക് സന്തോഷത്തോടെ തുടർ പഠനം സാധ്യമാവണമെങ്കിൽ ഈ കെട്ടിടത്തിന്റെ പണി പൂർണ്ണമായി പൂർത്തിയായേ മതിയാവൂ. പകലന്തിയോളം പാടുപെട്ട് അധ്വാനിച്ച് നേടിയ സമ്പാദ്യത്തിൽ നിന്ന് ദീനീ മാർഗത്തിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നവരായ നിങ്ങളുടെ കരുണയുടെ നേട്ടവും പ്രിയ ഹാഫിളിങ്ങൾക്ക് ഒരു സ്നേഹ സമ്മാനവുമായി നമുക്ക് ഖുർആൻ ക്യാമ്പസിന്റെ പണി സമ്പൂർണമായി പൂർത്തിയാക്കാൻ എല്ലാം കനിഞ്ഞേകിയ കാരുണ്യവാനെ സാക്ഷിയാക്കി പ്രതിജ്ഞയെടുക്കാം. ന്യൂജൻ തലമുറയുടെ ഭാവമാറ്റങ്ങളിൽ ഏറെ ആശങ്കപ്പെടുന്നവരാണ് സമുദായവും സമൂഹവും. മക്കളുടെ സുരക്ഷിതമായ ഭാവിയിൽ ആശങ്കപ്പെടുന്ന പുതിയ കാലത്ത് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അത് പഴമയുടെ ഗരിമയും പുതുമയുടെ തനിമയും സമന്വയിച്ചുള്ള ഒരു പുതിയ ക്യാമ്പസ് എന്നത് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ആയഞ്ചേരി ഷംസുൽ ഉലമ ഖുർആൻ ക്യാമ്പസ് ഹിഫ്ദുൽ ഖുർആനും ശരീഅത്തും രണ്ടും ഈ രീതിയിൽ ലക്ഷ്യമാക്കി പ്രയാണം നടത്തുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാന സ്ഥാപനമാണ്. 130ഓളം വിദ്യാർത്ഥികൾ ശുദ്ധമായ ഖുർആൻ ഹൃദയസ്ഥമാക്കി നാളെയുടെ തലമുറയുടെ പുരോഗതിയും ഭാവിയും പ്രതീക്ഷിക്കുന്ന ഒരു നല്ല മാറ്റത്തെ നമ്മുടെ കാണുകയാണ്. പക്ഷേ അതിനിടയിൽ ഒരു കാലത്തെ വായിച്ചെടുക്കാൻ പറ്റുന്ന വിവരസാങ്കേതിക വിദ്യയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രയോജനപ്പെടുത്തലുകൾ നടക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യമാണ്. പുതിയ ഹോസ്റ്റൽ കെട്ടിടം, അവിടെ ക്ലാസ് റൂമുകൾ, താമസ സൗകര്യം, IT ലാബുകൾ, അതേപോലെ കുത്തുബഖാന, ലൈബ്രറി, നല്ല രീതിയിലുള്ള ബാത്റൂം സൗകര്യങ്ങൾ, പ്ലേ ഗ്രൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും നമ്മുടെ ഹാഫിളുകൾക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ അവർ നാളെ സമുദായത്തിൻ്റെ പ്രതീക്ഷകളായ ദായികളായി മാറും എന്ന് നമുക്കറിയാം. 1.5 കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ വലിയ പ്രൊജക്റ്റിന് ഒരുപാട് ആളുകൾ വിദേശികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും നാട്ടുകാരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഏറ്റവും അടിയന്തരമായി ഈ റമദാനു ശേഷം പുതിയ ബാച്ചിലേക്ക് കുട്ടികൾ വരുമ്പോഴും നിലവിലുള്ള കുട്ടികളുടെ തുടർ പഠനത്തിനും സുഗമമായ അവരുടെ എല്ലാ നിലയിലുള്ള അക്കാഡമിക് രംഗത്തെയും എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസും ഒക്കെ നടക്കണമെങ്കിൽ 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം, അടിസ്ഥാന സൗകര്യം ഇവിടെ വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ വിജയത്തിനായി എല്ലാ ദീനീ സ്നേഹികളും അകമഴിഞ്ഞ് സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അപേക്ഷിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ. ഈ പ്രതിസന്ധിയുടെ പ്രളയകാലത്ത് എല്ലാ പ്രതീക്ഷകൾക്കുമേൽ നിരാശയും ഭയവും കാർമേഘം തീർക്കുമ്പോൾ രോഗങ്ങളുടെ വിവരിക്കാനാവാത്ത പുതിയ വേർഷനുകളിൽ നാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിത്യസന്ദർശകരായിത്തീരുന്ന ഈ വല്ലാത്ത ലോകത്ത് പടച്ച തമ്പുരാനും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വാഗ്ദാനം ചെയ്ത സുരക്ഷിതരുടെ കവാടത്തിലേക്ക് നമുക്ക് കാലെടുത്തു വെക്കാം. പരലോകത്തെ പരക്കം പാച്ചിലിൽ തൂമന്ദഹാസം തൂകി ഹാഫിളുകൾ അവരെ സ്നേഹിച്ചവരെ ചേർത്തുപിടിച്ച് സിറാത്ത് പാലം കടത്തുമെന്ന നേരിന്റെ വർത്തമാനം നമുക്കെത്ര വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ. ഷംസുൽ ഉലമ ഖുർആൻ ക്യാമ്പസിന്റെ അനുബന്ധ കെട്ടിടത്തിൽ ഹോസ്റ്റൽ, ക്ലാസ് റൂം, കുത്തുബ് ഖാന, ലൈബ്രറി, ബാത്റൂം, പ്ലേ ഗ്രൗണ്ട്, ഈ സ്റ്റേഷൻ തുടങ്ങിയവയുടെ പൂർത്തീകരണത്തിന്
1.5 കോടിയുടെ ബാധ്യത വരുമ്പോൾ നോമ്പ് കഴിയുമ്പോഴേക്കും ഏറ്റവും അത്യാവശ്യമായി പൂർത്തീകരിക്കേണ്ട സൗകര്യങ്ങൾക്ക് 50 ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത്. ഭാരിച്ച ബാധ്യതകളും ഭംഗം വരുത്താനാവാത്ത ചുമതലകളും നിർവഹിക്കുന്ന നിങ്ങളുടെയെല്ലാം സ്നേഹസ്പർശം ഹാഫിളുകൾ കൊതിക്കുന്നുണ്ട്. പലതുള്ളി പെരുവെള്ളമാക്കി ഈ പുണ്യകർമ്മം നമുക്ക് സാക്ഷാത്കരിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പാണക്കാട് സാദാത്യങ്ങളുടെയും അനുഗ്രഹീത തണലിൽ അജയ്യമായി മുന്നേറുന്ന വഹയിന്റെ വചനപ്പൊരുളുകൾ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന അറിവിന്റെ ഖുർആനിക കലാലയമായി വളരുന്ന ആയഞ്ചേരി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ഖുർആൻ ക്യാമ്പസിന്റെ കിതപ്പിലും കുതിപ്പിലും കൂടെ നിന്നവരെ ഒരു കാലത്തും മറവിക്ക് വിട്ടുകൊടുക്കാതെ പ്രാർത്ഥനകളുടെ പ്രതലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചുകൊണ്ടേയിരിക്കും. നാഥ, നീ കബൂലാക്കണേ അല്ലാഹ്.